ഈ കേരള മണ്ണിൽ കണ്ട ഏറ്റവും വൃത്തികെട്ട ഹിസ്ബിയത്തിന്റെ വ്യക്തിത്വമാണ് മുഹ്സിൻ ഐദീൻ. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ KNM വിസ്ഡം, അല്ലെങ്കിൽ മടവൂരി വിസ്ഡം, അല്ലെങ്കിൽ മടവൂരി KNM, ഇത്തരത്തിലുള്ള കക്ഷികൾ ഭിന്നിപ്പായത് വ്യക്തമായ ഒരു ആദർശ വ്യതിയാനം സംഭവിച്ചു എന്ന് നമുക്കൊരു പറയത്തക്ക ഒരു കാരണമുണ്ട് അവർക്കൊക്കെ. പക്ഷെ ഒരു കാരണവുമില്ലാതെ തീർത്തും വ്യക്തിപരമായും അതുപോലെ തന്നെ ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയും പരസ്പര വിദ്വേഷത്തിന്റെ പേരിലും വളരെ ഗൂഢാലോചന നടത്തി സക്കരിയ സ്വലാഹി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മരണം വരെ സബർ ചെയ്ത് നിന്ന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ഉടനെ ഇവരുടെ പ്ലാൻ ഇവർ പുറത്തുവിട്ട് ഇവര് ഗൂഢാലോചന നടത്തി ഈ ഉമ്മത്തിനെ രണ്ടായി മുറിച്ച്. നിങ്ങൾ ആരുടെ മുമ്പിലാണ് നിങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത്? അള്ളാഹുവിന്റെ മുമ്പിലല്ലേ സഹോദരൻ? അള്ളാഹുവിനോട് ഇതിനൊക്കെ കണക്ക് പറയണ്ടേ? നിങ്ങൾ ഈ നദവി ഉസ്താദിനെ, അദ്ദേഹത്തെ നിങ്ങൾ വളരെ മോശമായ രീതിയിൽ പരാമർശിച്ച് അദ്ദേഹത്തിന്റെ സംസാരങ്ങളെ പോലും നിങ്ങൾ കളിയാക്കിയില്ലേ? എന്റെ കണ്ണൂർ സിറ്റിയിലുള്ള ഒരാളുണ്ട്, നിങ്ങളെന്ന ആള് തീട്ടം വരെ പറഞ്ഞിട്ടുണ്ട്. നദവിയെ തീട്ടത്തിന്റെ സംസാരം. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണം. നിങ്ങൾക്ക് ഇത്രത്തോളം വിദ്വേഷം വരാൻ എന്താണ്? അയാൾ ഇഖ്വാനിയാണോ? നദവി ഉസ്താദ് ഇഖ്വാനിയാണോ? റാഫിളിയാണോ? നിങ്ങൾക്ക് സമസ്തക്കാരെ പൊതു മുസ്ലിമാണെന്ന് പറഞ്ഞ് അവരോട് ഹുബ് കാണിക്കുമ്പോൾ കൂട്ടത്തിലുള്ള സലഫിയത്തിലുള്ള തല തൊട്ടപ്പന്മാരായ പഠിച്ച് അതുപോലെ തന്നെ ഈ ഉമ്മത്തിൽ ഒരുപാട് ഖിദ്മത്ത് ചെയ്ത വിജയത്തിന്റെ കക്ഷികൾക്ക് മറുപടി കൊടുത്ത് സ്വന്തം ജീവിതത്തിന് ഭൂരിഭാഗം സമയവും ചെലവഴിച്ചു മുമ്പോട്ട് പോയ ആളുകളെ ഇത്തരം മോശമായ അഖീദകൾ പയച്ചു, അല്ലെങ്കിൽ അവർ പയച്ചവരാണ്, ക്ലാസ് കേൾക്കാൻ പാടില്ല എന്നൊക്കെ തിട്ടൂരിറക്കുന്ന ഈ ഭിന്നിപ്പിന് നിങ്ങളാണ് ഉത്തരവാദി, ഞങ്ങളല്ല. ഇവിടെ സലഫിയത്ത് ഭിന്നിച്ച് കോടാലിയായത് മുഹ്സിൻ ഐദീദാണ്, സാജിദാണ്. എന്നിട്ട് അവരിപ്പോ മെമ്പറിൽ കയറി അഭിനയിക്കാണ്. എന്താണ്? ഭിന്നിക്കാൻ പാടില്ല, മുസ്ലിമീങ്ങളെ സ്നേഹിക്കണം, അവരുടെ സംഘടന നോക്കി വെറുക്കാൻ പാടില്ല. ആരാണ് ഈ പറയുന്നത്? ഈ പറഞ്ഞ സിഫത്തൊക്കെയുള്ള ഇവനാണ് പ്രസംഗിക്കുന്നുള്ളത്. നമുക്ക് ഇവന്റെ പ്രസംഗം കേട്ടിട്ട് യാതൊരു മാറ്റവും വരാറില്ല. അത് സത്യം പറഞ്ഞ ചിരിയാണ് വരാറ്. നമ്മൾ പറയുന്നത് നമ്മൾ മുസ്ലിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്ന ആളാണ് ഞങ്ങള്. മുഹ്സിൻ ഐദീനോട് സ്നേഹമുണ്ട്, സാജിദിനോടും സ്നേഹമുണ്ട്. പക്ഷെ അവരുടെ വലാലത്തിനെ നമ്മൾ വെറുക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ആ വലാലത്ത് ചെയ്യുന്ന ആ ഒരു പ്രചരിപ്പിക്കുന്നതിന്റെ പേരിലും വെറുപ്പുണ്ട് ഞങ്ങൾക്ക് അവരോട്. എന്നാൽ മുസ്ലിമീങ്ങളാണെന്ന്, പൊതു മുസ്ലിങ്ങളാണെന്നുള്ള സ്നേഹവും അതുപോലെ തന്നെ നസീഹത്ത് അവരോടുണ്ട്. ഞങ്ങൾ അവരോട് പറയുന്നത് ഇനിയും സമയമുണ്ട്, നിങ്ങൾ തിരിച്ചു വരിക. തിരിച്ചു വന്ന് റൌഫ് നദി ഉസ്താദ് ഉണ്ടല്ലോ, മൂപ്പരടുത്ത് വന്ന് മാപ്പ് ചോദിച്ച് കൃത്യമായ എങ്ങനെയാണോ സക്കരിയ സ്വലാഹി റഹിമഹുല്ലാ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ മുമ്പോട്ട് പോയി അതുപോലെ മുമ്പോട്ട് പോവാ. അല്ലാതെ നിങ്ങൾ ഈ ഭിന്നിപ്പ് ഉണ്ടാക്കി നിങ്ങൾക്ക് കുറെ മർക്കസിൽ വലിയ നല്ല ആളാണോ, നിങ്ങൾക്ക് വലിയ സ്ഥാനം വേണം, നിങ്ങൾക്ക് വലിയ കുർസ്, ഇത് കുർസാണ്. APK എന്തിനാണോ പിളർന്നിട്ടുള്ള ആ കുർസില്ലേ, അതേ കുർസിന്റെ പേരിൽ അമീറാവാൻ വേണ്ടിയിട്ടുള്ള കുറെ കളികളൊക്കെ കളിച്ചതാണ് ഇവര്, ഈ സാജിദ് മോസിനൊക്കെ. ഇത് അവർക്ക് നിങ്ങൾ പാവങ്ങളാ, നിങ്ങൾക്ക് ഈ സംഭവം അറിയില്ല. ഇവരുടെ ഈ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നിങ്ങൾക്ക് അറിയൂല. നിങ്ങൾക്ക് ഇനി എത്ര കാണിച്ചു തന്നാലേ എന്താണ് പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അവിടെ ചന്ദ്രനെ പുലർത്തി കാണിച്ചാൽ വിശ്വസിക്കൂല പറഞ്ഞ അതേപോലെ നിങ്ങൾക്ക് എത്ര കാണിച്ചാൽ മനസ്സിലാവൂല. അതെങ്ങനെയാണ്? ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ അത്രയും മോശമായ സംഭവമാണ്, കബീഹാണ്, അത്രയും മോശമായ ഒരു സംഭവമാണത്. അതാണ് അതിന്റെ ഭവിഷ്യത്ത്. അതാണ്